നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. എന്താണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ആറ്റത്തിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റീജിയനാണ് ന്യൂക്ലിയസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണത് അല്ലേ. ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ഈ ന്യൂക്ലിയസിനുള്ളിൽ കുറച്ച് പ്രോട്ടോൺസ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഈ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺസും അതുപോലെ ഇതിനകത്ത് കുറച്ച് ന്യൂട്രോൺസും ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിൽ 3 പ്രോട്ടോൺസും 4 ന്യൂട്രോൺസാണുള്ളത് അല്ലേ. ഇത് ഏത് കെമിക്കൽ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ 3 പ്രോട്ടോൺസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആറ്റോമിക് നമ്പർ ഈസ് സെറ്റ് ടു ബി 3. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 3 ആയിട്ടുള്ള എലമെൻ്റ് ഏതാണെന്ന് അറിയാമോ? ലിഥിയം. ആറ്റോമിക് നമ്പർ 3 ആണ്. നമ്മളത് 3 എന്നുള്ളത് താഴെ എഴുതി കാണിക്കാം. താഴെ എഴുതാം. ഇതിൽ ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? അതായത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആകെ എത്രയുണ്ട്? 3 പ്രോട്ടോൺസും 4 ന്യൂട്രോണും. 3 + 4 7 ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനുള്ളിലുള്ള മെമ്പേഴ്സ്, അതാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനുള്ളിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 7 അല്ലേ. അപ്പോൾ അത് നമ്മളതിനെ പറയുന്ന പേര് ആറ്റോമിക് മാസ് എന്നാണ് പറയാം. അത് 7 ആണ് അല്ലേ. 7. ലിഥിയം 37 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ലിഥിയം 37 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അത് 3 ആണ്. ആറ്റോമിക് നമ്പർ എന്നും പറയും. 7 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ഇതിലാകെ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് 7. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലൊരു എലമെൻ്റ് തന്നിട്ട് പ്രോട്ടോൺസിൻ്റെ എണ്ണം ന്യൂട്രോൺസിൻ്റെ എണ്ണം എഴുതാൻ പറയുമ്പോൾ ഈ താഴെ വന്നിരിക്കുന്നത് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് 3. ന്യൂട്രോൺസിൻ്റെ എണ്ണം കാണണമെങ്കിൽ ഈ 2 നമ്പറിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഐ മീൻ 7 - 3 4 അല്ലേ. 4 ന്യൂട്രോൺസ് ശരിയല്ലേ നോക്കിയേ. 4 ന്യൂട്രോൺസ് തന്നെ അല്ലേ നോക്കിയേ. അപ്പോൾ ഇത് മറന്നു പോകരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എലമെൻ്റ് ഇതേപോലെ സിമ്പിൾ ഉപയോഗിച്ച് തരുമ്പോൾ താഴെ വരുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇതിനകത്ത് 2 പ്രോട്ടോണും 1 ന്യൂട്രോണും ഉണ്ട്. ഇത് ഏത് കെമിക്കൽ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് ആയിരിക്കും? 2 പ്രോട്ടോൺസ് മീൻസ് ആറ്റോമിക് നമ്പർ 2. അത് ഹീലിയോ അല്ലേ. അത് ഹീലിയോ ആണ്. 2 പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് താഴെ, അതായത് 2 ഇവിടെ എഴുതണം. പിന്നെ ഇവിടെ മുകളിൽ എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് 1 2 3. അത് മുകളിൽ എഴുതും. റിവേഴ്സായിട്ടും അറിയണം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ 2 പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി 3 - 2 1 അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺ വിൽ ബി 3 - 2 1. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്ന നമ്പറിനെ പറയുന്ന പേര് ആറ്റോമിക് നമ്പർ അഥവാ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഓർ ആറ്റോമിക് മാസ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതിന് വേറെ പേരാണ് ആറ്റോമിക് മാസ്. അപ്പോൾ ഞാനിതൊന്ന് ജനറലൈസ് ചെയ്യാൻ പോവാണ്. ദർ ഇസ് എ കെമിക്കൽ എലമെൻറ്റ് എക്സ്, ആറ്റോമിക് നമ്പർ Z, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് Z, ആറ്റോമിക് മാസ് A, അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് A. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അഥവാ ആറ്റോമിക് മാസ്. A - Z, ഐ മീൻ ഡിഫറൻസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്.
അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടേംസുകൾ നമുക്ക് നോക്കാം. ഐസോടോപ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് അല്ലേ? ഐസോടോപ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാമോ? ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. The nuclei of isotopes of given element contain same number of proton but differ from each other in their number of neutrons. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിമും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആവുന്ന എലമെൻസുകൾ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആവണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. H12ഉം ഡ്യൂട്ടീരിയം എന്ന് പറയും നമ്മളതിന്. H13ഉം ഇത് നോക്കാം. ഇവിടെ H12 താഴെ വരുന്നത് പ്രോട്ടോൺസ് ആണ്. 1 പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ H13 ഇവിടെയും 1 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഇത് ഹൈഡ്രജൻ്റെ 2 ഐസോട്ടോപ്സ് ആണിത്. രണ്ടിനും ഒരേ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് 1. പക്ഷെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആണ്. കാരണം ഡിഫറൻസ് എടുത്ത് നോക്കിയേ. ഇവിടെ ഫസ്റ്റത്തെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 2 - 1 അതായത് 1ഉം, രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 3 - 1 2 ആണ്. സെയിം പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻറ്റ്. ഓക്കെ, അതാണ് ഐസോട്ടോപ്സ്. ഇതിന് നമ്മൾ ഡ്യൂട്ടീരിയം എന്ന് പറയും. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ആറ്റോമിക് മാസ് 2 ആണെങ്കിൽ ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ്റെ വേറൊരു ഐസോട്ടോപ്പ് ആറ്റോമിക് മാസ് 3 ആണെങ്കിൽ ട്രീഷ്യം. വേറൊന്ന് ഐസോബാർസ്. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഓൾ ന്യൂക്ലിയൈഡ്സ് അതായത് ന്യൂക്ലിയസ് ആണ് ഉദ്ദേശിച്ചത്. ന്യൂക്ലിയസ് വിത്ത് സെയിം മാസ് നമ്പർ ആർ കോൾ ഐസോബാർസ്. സെയിം ആറ്റോമിക് മാസ് വരുമ്പോൾ അതിനെ ഐസോബാർ എന്ന് പറയും. ബാക്കി ഡിഫറെൻ്റ് ആയിക്കോട്ടെ, സെയിം ആറ്റോമിക് മാസ് വരുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. H13ഉം ഹീലിയം 23ഉം ഇത് രണ്ടും നോക്കിയേ. ഇതിൻ്റെ ആറ്റോമിക് മാസ് 3 ആണ്. മുകളിൽ എഴുതിയിരിക്കുന്നതാണല്ലോ ആറ്റോമിക് മാസ്. ഹീലിയം 23 അതിൻ്റെയും ആറ്റോമിക് മാസ് 3 ആണ്. രണ്ടിനും സെയിം ആറ്റോമിക് മാസ് ആണുള്ളത്. സോ ഐസോബാർസ്. വേറൊന്നാണ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം, ബാക്കിയൊക്കെ ഡിഫറെൻറ്റ്. ക്ലിയർ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആവണം. അതാണ് ഐസോട്ടോൺസ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. H12ഉം ഹീലിയം 23ഉം ഇത് രണ്ടും ഐസോട്ടോൺസ് ആണ്. കാരണം ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണണമെങ്കിൽ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി എന്നറിയാമല്ലോ. 2 - 1 1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1. ഇവിടെയോ ഡിഫറൻസ് എടുത്ത് ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1 തന്നെയാണ്. രണ്ടിനും സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ ഐസോട്ടോൺസ് ആണ്. ഓക്കെ ആയല്ലോ.